ഫാദർ കളത്തിൽ മാത്യു MSFS രചിച്ച ഈശോ വാഴട്ടെ എന്ന ഗ്രന്ഥം ധ്യാനോപാസകർക്കും ധ്യാന വ്യാഖ്യാതാക്കൾക്കും ഒരു കൈപ്പുസ്തകമാണ്. എ ഹാൻഡ് ബുക്ക് ഫോർ പ്രീച്ചേഴ്സ് ആൻഡ് ഫോർ സെൽഫ് ഡയറക്റ്റഡ് റിട്രീറ്റ്സ്. അവതാരിക ബൈ ഫാദർ ജോസ് പറപ്പിള്ളിൽ MSFS. ദൈവവചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചുകയറി ഹൃദയത്തിന്റെ വിചാരങ്ങളും നിയോഗങ്ങളും വിവേചിക്കുന്നതുമാണ്. ഫെബ്രുവരി 4:12. ഈ വചനത്തിന്റെ ആഴമായ അർത്ഥവും ശക്തിയും വ്യാപ്തിയും ഏതുവിധം എത്രമാത്രം എന്ന് പ്രതിഫലിപ്പിക്കുന്ന ഫാദർ മാത്യു കളത്തിൽ രചിച്ച ഈശോ വാഴട്ടെ എന്ന ഗ്രന്ഥം ക്രൈസ്തവ ജീവിതത്തിന്റെ ശോഭ എന്താണെന്ന് മനസ്സിലാക്കുന്നതും അനുഭവിക്കുന്നതും ദൈവവചനാധിഷ്ഠിത ജീവിതത്തിലൂടെയാണ്. തിരക്കിട്ട ജീവിതയാത്രയെ ആത്മീയ യാത്രയാക്കി മാറ്റുവാനുള്ള ആത്മദർശനമാണ് ഈ പുസ്തകത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട മനോഭാവം എങ്ങനെയുള്ളതായിരിക്കണം എന്ന് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പ്രതിപാദിച്ചിരിക്കുന്നത് ഇവിടെ പ്രസക്തമാണ്. നിന്റെ ജീവിതം മുഴുവനും നീ ചെയ്യുന്നതെല്ലാം ദൈവവുമായി നിന്നെ ഒന്നിപ്പിക്കുന്നതായിരിക്കണം. നിന്റെ പ്രാർത്ഥനകളും സത്പ്രവൃത്തികളും പുണ്യങ്ങൾ അഭ്യസിക്കുന്നതും സഭയുടെ വളർച്ചയ്ക്കും സഹോദരങ്ങളുടെ രക്ഷയ്ക്കും ഉപകരിക്കുന്ന വിധമായിരിക്കണം. ഈ കാരണത്താൽ ആഴമായ ആത്മീയ ജീവിതത്തിന്റെ ഉടമയായി ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതോടൊപ്പം നന്മ ചെയ്യുവാനുള്ള നിന്റെ ശക്തി സഹോദരങ്ങളുടെ ജീവിതത്തിലേക്ക് ചൊരിയുകയും വേണം. വിശുദ്ധ ഫ്രാൻസിസ് സാലസിന്റെ മിഷണറി സഭയിലെ അംഗമായ കളത്തിലച്ചന്റെ ഈശോ വാഴട്ടെ എന്ന ഗ്രന്ഥം അനുദിന ജീവിതത്തെ ആത്മാഭിഷേകത്താൽ നിറയ്ക്കുവാൻ സഹായിക്കും എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. അനുഗ്രഹങ്ങൾക്കായും അഭിഷേകത്തിനായും പ്രശസ്തി ആർജിച്ച ധ്യാന കേന്ദ്രങ്ങളിലേക്കും പ്രശസ്തരായ വചനപ്രഘോഷകരുടെ പിറകെയും ഓടുന്ന ഏവർക്കും സ്വന്തം വീടിന്റെ പശ്ചാത്തലത്തിൽ ഹൃദയത്തിൽ ആന്തരികതയിൽ യാത്രയുടെ ഇടയിൽ വിശ്രമവേളയിൽ ദൈവസ്നേഹത്താൽ നിറയുവാനും ആത്മാഭിഷേകത്താൽ വിശുദ്ധീകരിക്കപ്പെടുവാനും അനുഗ്രഹങ്ങളും വരദാനങ്ങളും ലഭിക്കുവാനും ദൈവത്തിന്റെ ദാനമായി ഈ പുസ്തകം പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ സ്ഥാനം കണ്ടെത്തും. വായിക്കുവാനല്ല, പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനുമുള്ള ഗ്രന്ഥമാണ്. വ്യക്തി ജീവിതത്തിലെ വിവിധ മേഖലകളിലെ ദൈവവചനത്തിന്റെ നിർണായകമായ സ്വാധീനം എത്രയധികമാണ് എന്ന് കളത്തിൽ മാത്യു അച്ഛൻ സംശുദ്ധമായ ചിന്തകളിലൂടെ വ്യക്തവും ശക്തവുമായ ഭാഷയിലൂടെ പ്രതിപാദിക്കും. പ്രവാചകാത്മകമായ ശൈലിയിലൂടെ മാനസാന്തരത്തിലേക്കും ദൈവസ്നേഹാനുഭവത്തിലേക്കും ആന്തരിക വിശുദ്ധീകരണത്തിലേക്കും ആത്മാവിന്റെ അഭിഷേകത്തിലേക്കും കടന്നു വരുവാൻ ഈ പുസ്തകം ധ്യാനിക്കുന്നവരെ ക്ഷണിക്കുന്നു. ആത്മദർശനം എന്ന അധ്യായം മുതൽ ജീവിതത്തിലെ 3 കാര്യങ്ങൾ എന്ന അനുബന്ധം വരെയുള്ള ഭാഗങ്ങളിലൂടെ ആത്മീയ യാത്ര നടത്തുന്ന ഏതു വ്യക്തിക്കും ദൈവസന്നിധിയിൽ സായുജ്യം കണ്ടെത്തുവാൻ സാധിക്കും. ഏത് വിശ്വാസിക്കും അവിശ്വാസിക്കും അൽമായർക്കും സന്യസ്തർക്കും സ്വന്തമാക്കി സൂക്ഷിക്കുവാൻ ഉതകുന്ന ദൈവത്തിന്റെ ദാനമാണ് ഈശോ വാഴട്ടെ എന്ന കൈപ്പുസ്തകം. എനിക്ക് കഴിഞ്ഞ 35 വർഷക്കാലത്തെ സ്നേഹബന്ധവും ആത്മീയ അടുപ്പവും കളത്തിലച്ചനുമായിട്ട് ഉണ്ട്. അദ്ദേഹത്തിന്റെ രജത ജൂബിലിയുടെ സ്മരണികയാണ് ഈ ധ്യാന സമാഹാരം. തന്റെ പൗരോഹിത്യ ശുശ്രൂഷ ജീവിതത്തിന്റെ സാഫല്യമാണ് ഈ ഗ്രന്ഥം. അദ്ദേഹത്തിന്റെ ജീവിത ബോധ്യങ്ങളുടെയും ജീവിത ദർശനത്തിന്റെയും സൂചികയാണ്. ബഹുമാനപ്പെട്ട കളത്തിലച്ചന്റെ ഈശോ വാഴട്ടെ എന്ന ഗ്രന്ഥം ധ്യാനിക്കുന്ന ഏവർക്കും സമർത്ഥമായ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മഴയും മഞ്ഞും ആകാശത്തു നിന്നും വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കുവാൻ വിത്തും ഭക്ഷിക്കുവാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എന്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. ഏശയ്യാ 55:10-11 തിരുവചനങ്ങൾ. ഇപ്രകാരമുള്ള ആത്മവിശ്വാസമാണ്, ശുഭാപ്തി വിശ്വാസമാണ് ഈശോ വാഴട്ടെ എന്ന കൈപ്പുസ്തകത്തെ കുറിച്ചുള്ള എന്റെ പ്രത്യാശ. ബഹുമാനപ്പെട്ട കളത്തിലച്ചനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഈ പുസ്തകം ഏവർക്കും ആന്തരിക വിശുദ്ധീകരണത്തിനും ആത്മാഭിഷേകത്തിനും നിങ്ങളുടെ അനുദിന ജീവിതയാത്രയിൽ വഴികാട്ടി ആകട്ടെ. ആമുഖം. ഫാദർ കളത്തിൽ മാത്യു MSFS. ദൈവം മനുഷ്യനെ അന്വേഷിക്കുന്നത് അവന്റെ ആത്മാവിന് വേണ്ടിയും ആത്മാവിനെ ഹൃദയത്തിനു വേണ്ടിയും ഹൃദയത്തെ അവന്റെ സ്നേഹത്തിനു വേണ്ടിയും മാത്രമാണ്. ത്രിത്വൈക ദൈവത്തിന് മഹത്വം. വിവിധ തരത്തിലുള്ള ധ്യാനങ്ങൾക്ക് പ്രസിദ്ധി ആർജിച്ചിരിക്കുന്ന ഈ കാലയളവിൽ
വ്യക്തിപരമായി വചനധ്യാനം നടത്തി ആഴമായ ദൈവാനുഭവവും മനസാന്തരവും വിടുതലുകളും നേടുവാൻ സഹായിക്കുന്ന പുസ്തകമാണിത്. വചനത്തെ മനനം ചെയ്ത് ദൈവത്തോടൊപ്പം സഞ്ചരിച്ച് വ്യക്തിയുടെ വിവിധ അവസ്ഥകളെ മനസ്സിലാക്കി ആത്മാവിനാൽ നിറയുവാൻ ഈ പുസ്തകം സഹായിക്കട്ടെ. പിതാവായ ദൈവത്തെ പോലെ പുതിയ സൃഷ്ടിയായി പരിപൂർണത നേടുകയെന്നത് ക്രൈസ്തവന്റെ ഉത്തരവാദിത്വവും ആവശ്യവുമാണ്. നവസൃഷ്ടിയായാൽ മാത്രമേ മറ്റുള്ളവരെയും ആത്മാവിന്റെ നിറവിലേക്ക് നയിക്കുവാൻ കഴിയൂ. ഞാൻ അംഗമായിരിക്കുന്ന MSFS മിഷണറി സഭയുടെ മധ്യസ്ഥനും തിരുസഭാ പണ്ഡിതനുമായ വിശുദ്ധ ഫ്രാൻസിസ് സാലസിന്റെ ആപ്തവാക്യമാണ് ഈശോ വാഴട്ടെ. അതായത് ഈശോ നിന്നിലും എന്നിലും എപ്പോഴും വാഴട്ടെ. ആത്മീയ ജീവിതം അന്വേഷിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ആന്തരികതയിലും ഹൃദയത്തിന്റെ അന്തരംഗങ്ങളിലും വികാര വിചാരങ്ങളിലും ഈശോ എന്നും ജീവിക്കണം. സംസാരത്തിലും പ്രവൃത്തിയിലും ബന്ധങ്ങളിലും സാഹചര്യങ്ങളിലും ഈശോ എന്നും ജീവിക്കണം. ഇപ്രകാരമുള്ള ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാനം വചനാധിഷ്ഠിത ജീവിതത്തിലാണ്. വിശുദ്ധ ഫ്രാൻസിസ് സാലസിന്റെ ഈ ആത്മീയ ദർശനത്തിൽ പ്രചോദനം കണ്ടെത്തിക്കൊണ്ടാണ് ഈ പുസ്തകം ഞാൻ തയ്യാറാക്കിയത്. കാരണത്താലാണ് ഈശോ വാഴട്ടെ എന്ന പേര് നൽകിയത്. വചനധ്യാനം ദൈവത്തിങ്കിലേക്ക് ഏതൊരു വ്യക്തിയെയും അടുപ്പിക്കുന്നു. വചനധ്യാനത്തിലൂടെ പുതിയ ഉൾക്കാഴ്ചകൾ കിട്ടുവാനും പുതുജീവിതവും നയിക്കുവാനും ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ധ്യാന വിഷയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആത്മീയ ശാരീരിക മാനസിക സൗഖ്യം ലഭിക്കുവാൻ സാധിക്കും. വചനം മാംസമായി ധരിച്ച യേശു സൗഖ്യം തന്നെയാണ്. മൂല്യാവബോധത്തിലൂടെയും വചനാത്മക ജീവിതത്തിലൂടെയും വിടുതലും മോചനവും മുറിവുകളിൽ ഉണക്കലും ലഭിക്കുന്നതാണല്ലോ. പല തെറ്റിദ്ധാരണകളെയും അബദ്ധധാരണകളെയും അന്ധവിശ്വാസങ്ങളെയും വചനം ദൂരീകരിക്കുന്നു. ആത്മീയതയുടെ ആകാശത്തേക്ക് ഉയരുമ്പോൾ വചനവുമായുള്ള പൊക്കിൾക്കൊടി ബന്ധം അത്യന്താപേക്ഷിതമാണ്. തണൽ തേടിയും പൊരുൾ തേടിയും അലയുന്നവരെ കാത്ത് വചനമായ യേശു നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. വിശുദ്ധ പത്രോസിനെ പോലെ പറയൂ, യേശുവേ, നിത്യജീവന്റെ വചസ്സുകൾ അങ്ങേ പക്കലുണ്ട്. യോഹന്നാൻ 6:67. ആത്മദർശനത്തിലൂടെ ദൈവം നൽകിയിരിക്കുന്ന കടമകൾ മനസ്സിലാക്കി പക്വമതിയാവാം. ക്രൈസ്തവന് ബലിയർപ്പണം തന്റെ ജീവിതത്തിന് എല്ലാം ആകുന്നു. ഉള്ളറിയുന്ന ദൈവത്തിന്റെ ഉള്ളിലെ ശക്തി ശുദ്ധമായ ഭാവവും സ്നേഹവും കരുണയുമാണ്. നോമ്പും ഉപവാസവും ദാനധർമ്മവും പ്രാർത്ഥനയും മനുഷ്യനെ സഹോദര സ്നേഹത്തിൽ വളർത്തുന്നു. ജീവൻ പകർന്നു തന്ന് പ്രത്യേകമായി ഒരു വ്യക്തിയെ വിളിച്ച് അനുഗ്രഹിക്കുന്ന ദൈവസ്നേഹം എത്രയോ വലുതാണ്. അനുരഞ്ജന കൂദാശയുടെ നിസ്സീമമായ വിലയും ശക്തിയും അനുഭവവും പറഞ്ഞറിയിക്കുവാൻ കഴിയില്ല. കൂദാശയുടെ പ്രാധാന്യവും രഹസ്യാത്മകതയും സൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്തം ക്രൈസ്തവർക്ക് ഉണ്ട്. വ്യക്തിയുടെ മാനസാന്തര ജീവിതത്തിലൂടെ കരുണാമയനായ പിതാവിന്റെ ക്ഷമിക്കുന്ന സ്നേഹം ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നു. പാപത്തിന് പരിഹാരമായി നമ്മുടെ ജീവിതത്തെ തന്നെ ദൈവത്തിന് സമർപ്പിക്കണമല്ലോ. നഷ്ടപ്പെട്ടു പോയ പാപബോധവും പശ്ചാത്താപവും വീണ്ടെടുക്കപ്പെടേണ്ടത് ഇന്നിന്റെ ആവശ്യമാണ്. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് സുവിശേഷമാകുവാനും ഏകുവാനുമാണ്. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവാനാണ് യോഹന്നാൻ മാംദാനായും യേശുക്രിസ്തുവും വിളംബരം ചെയ്തത്. ധനികനായ മനുഷ്യന്റെ വൈകിപ്പോയ സ്വയം തിരിച്ചറിവ് എത്രയും നേരത്തെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവണം. ആത്മാർത്ഥതയും രക്ഷയും സ്നേഹവും കരുണയും നിറഞ്ഞ ഈശോയുടെ പ്രാർത്ഥന നാം സ്വാംശീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. പാവപ്പെട്ടവരായ മനുഷ്യരിൽ ക്രിസ്തുവിനെ ദർശിക്കുന്നതാണല്ലോ മനുഷ്യ നന്മ. പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകൾ തിരിച്ചറിഞ്ഞ് അവിടുത്തെ ചൈതന്യം നാം ഉൾക്കൊള്ളണം. വരദാന ഫലങ്ങൾക്ക് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കേണ്ടത് ആധുനിക ലോകത്തിലെ അഭികാമ്യമാണ്. നിത്യജീവൻ കരസ്ഥമാക്കുവാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം മനുഷ്യന്റെ ജീവിതത്തിലെ സുപ്രധാന പങ്കുവഹിക്കുന്നു. ഏത് ജീവിതാവസ്ഥയും ദൈവത്തിന്റെ പ്രത്യേക വിളിയാണ്. വിളിച്ചവൻ എപ്പോഴും വിശ്വസ്തനാണ്. യേശുക്രിസ്തുവിലെ വിശ്വസിക്കുകയും വിശ്വാസം ഏറ്റുപറയുകയും ചെയ്യുന്നവർക്കാണല്ലോ നിത്യരക്ഷ അനുഭവിക്കുവാൻ സാധിക്കുന്നത്. വിശ്വാസവർഷം വിശ്വാസത്തിൽ നമ്മെ ആഴപ്പെടുത്തട്ടെ. നവ സുവിശേഷവൽക്കരണം എല്ലാവരുടെയും കടമയാണ്. യേശുവിന്റെ കരുണയുടെ മുഖത്തെക്കുറിച്ച് നാം ധ്യാനിക്കണം. ആന്തരിക സൗഖ്യത്തിനുള്ള ആവശ്യവും മേഖലകളും എപ്പോഴും എല്ലാവരിലും ഉണ്ട്. സൗഖ്യദായകനായ യേശു ആന്തരിക സൗഖ്യ പ്രാർത്ഥന നാം നടത്തുമ്പോഴും തൊട്ട് സുഖപ്പെടുത്തട്ടെ. മാതാപിതാക്കൾക്ക് മക്കളോട് അതിവിശുദ്ധവും രക്ഷാകുരവുമായ കടപ്പാടുകളുണ്ട്. സ്വയം അറിയുകയും ദൈവത്തിനു മുമ്പില് ഒന്നുമല്ലാത്തവനും ഒന്നുമില്ലാത്തവനുമായി
സാക്ഷ്യങ്ങളായി അവതരിപ്പിക്കുകയും ചെയ്യുന്ന മനോഭാവം ഏവർക്കും ഉണ്ടാകട്ടെ. തന്നോട് തന്നെ വിശ്വസ്തത പുലർത്തുന്നവർ ദൈവത്തോടും വിശ്വസ്തതയും സ്നേഹബന്ധവും പുലർത്തുന്നു. ലോക സമാധാനത്തിന് വേണ്ടി ഉള്ളുരുക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവാനുഗ്രഹങ്ങൾക്ക് എപ്പോഴും സ്തുതികീർത്തനങ്ങൾ നമുക്ക് അർപ്പിക്കാം. തന്നെ മനസ്സിലാക്കുവാൻ ഉതകുന്ന ചുരുക്കം ചില കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ വിശകലനം ചെയ്തിരിക്കുന്നത്. ധ്യാനത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രകാശത്തിന്റെയും വസ്ത്രം ധരിക്കുവാൻ എല്ലാവരെയും കരുണാമയനായ ദൈവം അനുഗ്രഹിക്കട്ടെ. വചനം ദൈവമാകുന്നു, സ്നേഹമാകുന്നു, സത്യമാകുന്നു, സ്വാതന്ത്ര്യമാകുന്നു. ഈ ഗ്രന്ഥത്തിന് ആശീർവാദവും അനുഗ്രഹവും നൽകിയ കോഴിക്കോട് രൂപതാധ്യക്ഷൻ വർഗീസ് ചക്കാലയ്ക്കൽ പിതാവിന് ഹൃദയംഗമമായ നന്ദി അർപ്പിക്കുന്നു. ഈ ഗ്രന്ഥത്തിന് അവതാരികയും ആസ്വാദനവും എഴുതിത്തന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് 1000 നന്ദിയുടെ നറുമലരുകൾ നേരുന്നു. കവർ ഡിസൈനും ടൈപ്പിങ്ങും ലേഔട്ടും ചെയ്തു തന്നവർക്കും വളരെ നന്ദി. ഈ ഗ്രന്ഥം വായിക്കുന്ന എല്ലാവർക്കും തിരുവചന ധ്യാനത്തിലൂടെ നിത്യജീവൻ സമൃദ്ധമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഗ്രന്ഥം ഉപയോഗിച്ച് ധ്യാനിക്കുന്നതോടൊപ്പം ബൈബിൾ വാക്യങ്ങൾ കൂടെ വായിച്ച് ധ്യാനിക്കേണ്ടത് അത്യാവശ്യമാണ്. അടിസ്ഥാനപരമായ ദൈവവിശ്വാസവും അറിവും അത്യന്താപേക്ഷിതമാണ്. വചനം ജീവിതത്തിന് അർത്ഥം പകരുകയും ദൈവഹിതം അറിയിക്കുകയും ചെയ്യുന്നു. ഓരോ പേജിന്റെയും താഴെ കൊടുത്തിരിക്കുന്ന ഉദ്ധരണികൾ ധ്യാന വിചിന്തനത്തിനും ബോധ്യങ്ങൾക്കും വളരെ പ്രയോജനകരമാണ്. എളിമയോടെ വായിച്ച് ധ്യാനിക്കുന്നവർക്ക് ദൈവം ആവശ്യമായ പരിശുദ്ധിയും വചനത്തിന്റെ പൊരുളും കൃപയും നൽകുന്നു. ആധ്യാത്മിക ഗുരുക്കന്മാരുടെ അഭിപ്രായത്തിൽ സ്നേഹം, വിജ്ഞാനം, ആന്തരിക സ്വാതന്ത്ര്യം മുതലായ മൂല്യങ്ങൾ പക്വമായ ആധ്യാത്മികത സൃഷ്ടിക്കുന്നു. മാതാപിതാക്കൾ അറിയാൻ എന്ന അധ്യായം മുതിർന്നവർ ശ്രദ്ധിച്ച് പഠിച്ച് പ്രയോജനപ്പെടുത്തുമല്ലോ. കരുണാമയനായ ദൈവത്തിന് സ്തുതി. ഫാദർ കളത്തിൽ മാത്യു, MSFS.